ആന്തരിക ജീവിതത്തെ ശക്തിപ്പെടുത്തുകയാണ് കത്തോലിക്ക അധ്യാപകരുടെ പ്രധാനപ്പെട്ട ദൗത്യമെന്നാണ്. ചെറുപ്പക്കാർ, കുട്ടികൾ, അവർ ആന്തരികമായ ഒരു ആഴം തേടുന്നവരാണ്. അതുകൊണ്ട് നിശബ്ദതയിൽ, ഡിസേൺമെൻറ്റിൽ, ദൈവവുമായിട്ടുള്ള സംഭാഷണത്തിലൊക്കെ സമയം ചെലവഴിക്കാൻ കുട്ടികളെ നമ്മൾ ഒരുക്കണം. ഇതാണ് അദ്ദേഹം ആദ്യമായിട്ട് കത്തോലിക്ക അധ്യാപകരിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് മാനവികമായ ഒരു ഡിജിറ്റൽ കൾച്ചർ അത് വളർത്തിയെടുക്കാനായിട്ട് കത്തോലിക്ക അധ്യാപകർ ശ്രമിക്കണം. ഹ്യൂമെയിൻ ഡിജിറ്റൽ കൾച്ചർ, അത് നമ്മൾ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എല്ലാം വിവേകപൂർവ്വം ഉപയോഗിക്കാനും മനുഷ്യനെ കേന്ദ്രമാക്കി അതെല്ലാം ഉപയോഗിക്കാനും ഒക്കെ സാധിക്കുക. നിങ്ങൾക്കറിയാം, ഇന്നിപ്പോൾ AI ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൽഗരിതംസാണ് എല്ലാത്തിനെയും നയിക്കുന്നത്. മനുഷ്യൻ എന്താണ് എന്നുള്ളതിനേക്കാളും ഇപ്പോൾ ഒരാൾ കുറ്റവാളിയാണോ അല്ലയോ എന്നറിയുന്നത് അയാളുടെ കമ്പ്യൂട്ടറിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന അയാളുടെ ചരിത്രമാണ്. ചില ലക്ഷണങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ കുറ്റവാളിയായിട്ട് ഈ കുറ്റകൃത്യം ചെയ്യാൻ ഇയാൾ സാധ്യതയുണ്ടെന്ന് കമ്പ്യൂട്ടർ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പക്ഷേ അതൊക്കെ എത്രമാത്രം നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും? ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു മനുഷ്യനെയും മുദ്ര കുത്താനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ കുറച്ച് ആൽഗരിതംസിൻ്റെ തലത്തിലേക്ക് ഇതെല്ലാം അങ്ങോട്ട് മാറുന്നു. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് മനുഷ്യനെ പ്രതിഷ്ഠിക്കുവാനും മാനവികമായ ഒരു ഡിജിറ്റൽ കൾച്ചർ ഡെവലപ്പ് ചെയ്യാനും നമ്മൾ കുട്ടികളെ ഒരുക്കണം. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് നമ്മൾ ഒരു നോൺ വയലൻ്റ് ലാംഗ്വേജ്, അഹിംസാത്മകമായ ഒരു ഭാഷ പറയാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കണം. ഒത്തിരിയേറെ യുദ്ധങ്ങളുടെയും ഭിന്നതകളുടെയും കാലത്ത് സമാധാനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും പാലം പണിയുടെയും ഒക്കെ വക്താക്കളാക്കാനായിട്ട് കുട്ടികളെ നമ്മൾ ഒരുക്കണം എന്ന് അദ്ദേഹം പറയുകയാണ്.